السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمر وأبي هريرة رضي الله عنهما حدثناه أنهما سمعا رسول الله صلى الله عليه وسلم يقول على أوعاد منبره لينتهين أقوام من وضعهم الجمعات ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളൊക്കെ ഏകദേശം ഒരു പകുതിയിലധികം ആളുകളും പള്ളിയുമായി നിരന്തരമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അറ്റ്ലീസ്റ്റ് ജുമായ്ക്കെങ്കിലും പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതൊക്കെ മനഃപ്പാടവുമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാ വൽ മസാകീൻ. സാധുക്കളും പാവപ്പെട്ടവരുമായ ആളുകളുടെ ഹജ്ജാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിൻ്റെ കൂലി കിട്ടുന്നല്ല, മറിച്ച് ഒരു പ്രദേശത്തെ ഒരു മഹലിലെ വ്യക്തി, കുടുംബം, സമൂഹം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ധാർമ്മികവും സദാചാരവുമായ തസ്കിയത്തും നിർബീയത്തും ഒക്കെ കിട്ടി നല്ലൊരു അന്തരീക്ഷത്തിൽ വളരാനുള്ള ഒരവസ്ഥ അതുകൊണ്ട് ഉണ്ടാകണം എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷെ അവിടെ എത്തുന്നുണ്ടോ? ഇല്ല. അതോടൊപ്പം തന്നെ അധാർമികമായ മേഖലകളിൽ, ദുരാചാര സമ്പ്രദായങ്ങളിൽ ഒക്കെ ബോധവൽക്കരണം നടത്തി ഒരു വിശ്വാസി സമൂഹത്തെ ഒരു നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസി സംഗമമാണ് യഥാർത്ഥത്തിൽ ജുമുഅ എന്നുള്ളത്. പക്ഷേ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല ആളുകളും അതിനെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് ഉമ്മത്തിൻ്റെ ഇന്ന് കാണുന്ന വർദ്ധിച്ചു വരുന്ന എല്ലാവിധ അപജയങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അത് കുടുംബത്തിലാകട്ടെ വ്യക്തിയിലാകട്ടെ ഇതായിരുന്നു. എന്താ കാരണത്തിന്? ഗാഫിലുകളായി തീരുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയും അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ പറയുന്നത്. അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു. എവിടുന്ന്? അലാ ആലി മിമ്പരിഹി, അദ്ദേഹത്തിൻ്റെ മെമ്പറിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട്. എന്താ റസൂൽ പറഞ്ഞത്? ലയൻതഹിയന്ന അഖ്വാമുൻ അലാ വദ്ഇഹിമുൽ ജുമഅതു, ജുമഅ ഒഴിവാക്കുന്ന കുറേ ആളുകളെ റസൂലുള്ളാഹിന്റെ കാലത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ പറയാനുണ്ടാവില്ല. അത്തരം ആളുകൾ ആ പരിപാടി ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹുവിൻ്റെ ഹൃദയത്തിന് സീല് വെക്കും. സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് അവരെന്ത് ചെയ്യും? ഗാഫിലുകളുടെ, അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബത്തെപ്പറ്റി ശ്രദ്ധയില്ല എന്നല്ല, സമൂഹത്തെപ്പറ്റി ശ്രദ്ധയില്ല എന്നല്ല, കുടുംബത്തിലേക്ക് കഷ്ടപ്പെട്ട് ചില ആൾക്കാർ കണ്ടില്ലേ, കന്ന് വണ്ടി വലിക്കുന്ന പോലെ, മൃഗങ്ങൾ കന്നു കൂട്ടുന്ന പോലെ, ഒരു മാട് കഷ്ടപ്പെടുന്ന പോലെ നേരം പോലത്തെ വൈകുന്നേരം വരെ അധ്വാനിക്കുക ഒരു മൃഗത്തിൻ്റെ തുല്യമായിട്ട്. പക്ഷെ സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചൊരു ധാരണ, 5 നേരം നിസ്കരിക്കുന്നതിനെ പറ്റിയോ, ഒന്ന് ഖുർആൻ എടുത്ത് ഓതുന്നതിനെ പറ്റിയോ, അള്ളാഹിനെ പറ്റി ചിന്തിക്കുന്നതിനെ പറ്റിയോ അതുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? ഈ മനസ്സിൽ അള്ളാഹ് സീല് വെച്ച് ഗാഫിലുകളായി തീർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിസ്കാരത്തെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവില്ല. ഇമാം മുഹമ്മദ് ഉസ്മാൻ ഇബ്നു ദഹബി അദ്ദേഹത്തിൻ്റെ അൽ കബായിർ എന്ന കിതാബിൽ 69 വലിയ മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ 4 നമ്പർ ഇട്ട് കൊടുത്തത് തർക്കുസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവരെ പറ്റിയാണ്. ഒരുപാട് വിശദീകരിക്കുന്ന സംഭവത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയാം, അഖബല്ലാഹു ബി 15 ഉഖബതൻ, നിസ്കാരം അങ്ങനെ പാഴാക്കി തോന്നിയ പോലെയൊക്കെ നിസ്കരിക്കുക, ജമാഅത്ത് നിസ്കരിക്കൂല, ഒറ്റക്ക് നിസ്കരിക്കും, കൂട്ടുന്നു നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഏകദേശം 15ഓളം ശിക്ഷകൾ അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ് പറഞ്ഞത്. അത് വളരെ പെട്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് യൻസിഉൽ ബർക്കത്തു മിൻ അംരിഹി, ഒരു ആയുഷ്കാലത്തിൽ ഒരു ആളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരു ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിസ്കാരം ഇതുപോലെ തലകുത്തനെയാക്കി കഴിഞ്ഞാൽ ആദ്യം അല്ലാഹു ചെയ്യുന്നതെന്നറിയോ? ആ ബർക്കത്താണ് ഊരി മാറ്റും. പിന്നീട് ഒന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ ഇങ്ങനെ പണ്ടൊരു കൊക്കിനോട് ചോദിച്ചു ഇത്ര എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പോൾ കൊക്ക് പറഞ്ഞു, തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, പക്ഷെ കാലിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേജാറാണ്. കാരണം കാല് ഇത്രയേ ഉള്ളൂ, താഴെ നിൽക്കണം എന്നതുപോലെ എല്ലാ കാര്യമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ബറക്കത്ത്, അത് ചിലപ്പോൾ വെച്ചുണ്ടാക്കുന്ന ബിരിയാണിയുടെ അരിയുടെ പേരൊക്കെ ബറക്കത്തായിരിക്കും, പക്ഷെ ഒരു കുരു പോലും എന്താവില്ല, ബറക്കത്തായിട്ട് കിട്ടൂല. ജീവിതം മുഴുവൻ ബറക്കത്തില്ലാത്തവരായി മാറും. യംഹല്ലാഹു സീമാഹു അസ്വാലിഹീൻ,
മറ്റൊന്നാണ് പരിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ സൂറത്ത് ഫതഹിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ 29-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശുദ്ദാഉൽ കുഫാരി റഹ്മാഉ ബൈനഹും എന്ന വിശ്വാസികളുടെ സ്വഭാവം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ സീമാഹു ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദ് ചെയ്തതിന്റെ ഓജസ്സും തേജസ്സും അവരുടെ മുഖത്ത് ഇങ്ങനെ കാണാം. അതെത്ര വലിയ തൊലി വെളുപ്പുള്ള മനുഷ്യനാണെങ്കിലും കണ്ടില്ല കരിവാളിച്ച മുഖം ഉണ്ടാവുക, ഒരു ഭംഗി ഉണ്ടാവില്ല. എത്ര വലിയ കറുത്ത മനുഷ്യനാണെങ്കിൽ മുഖത്തുക്കുക്കിയൊരു ഓജസ്സും തേജസ്സും. അതെന്തുകൊണ്ടാ? ഈ നിസ്കാരത്തിന്റെ ഓജസ്സാണിത്. അത് അല്ലാഹു എന്ത് ചെയ്യും? അതത് തുടച്ചു മാറ്റും, അത് വേണ്ടാന്ന് വെക്കും. രണ്ടാമത്തെ ശിക്ഷയായിട്ട് അതാണ് പറയുന്നത്. മൂന്നാമത് പറയാ കുല്ലു അമലി യഅമലു വലാ യഅ്ജുറുല്ലാഹു അലൈഹി, എല്ലാ അമലും ചെയ്യും. നിസ്കാരവും നോമ്പും മറ്റും എല്ലാ ഏർപ്പാടും ഉണ്ടാവും. പറഞ്ഞ പോലെ തലകുത്തലൊക്കെ ആയിരിക്കും, നൂല് പൊട്ടിയ മാലയിൽ നിന്ന് മണി വീഴുന്നത് പോലെയൊക്കെ ചിലവിടെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ എല്ലാ അമലും ചെയ്തിട്ട് ലാ യഅ്ജുറുല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊന്നും കൂലി നൽകൂല. പ്രതിഫലമില്ലാത്ത പ്രവർത്തനത്തിന്റെ ആളുകൾ അവർ മാറും. നാലാമത് പറഞ്ഞു ലാ യർഫഉ മിൻഹു ദുആഉൻ ഇലസ്സമാ, വലിയ ദുആയൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരൊറ്റ ഒന്ന് പോലും അള്ളാഹുവിലേക്ക് ഉയർന്നു പോകില്ല. ലൈസ ലഹു ഹദ്ദുൻ ഫീ അമലി സ്വാലിഹീൻ ഇബാദി സ്വാലിഹീൻ. സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഹരി വെച്ചിട്ടുണ്ട്, ഒരു പ്രത്യേകമായ പദവിയാണത്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു തൗഫീഖ്. അള്ളാഹുവിൻ്റെ ഈ അഞ്ചാമത്തെ കാര്യമായിട്ട് പറയാം, ആ സ്വാലിഹികളായ ആളുകൾക്ക് കിട്ടേണ്ട ഈ ഓഹരി ഈ മനുഷ്യന് കിട്ടൂല. ഇങ്ങനെ ദുനിയാവില് 5 ശിക്ഷകൾ അയാളുടെ ജീവിതത്തിലുണ്ടാവും എന്നാണ്. ഒരു ബർക്കത്തുമില്ലാത്ത, ദുആ സ്വീകരിക്കാത്ത, അമലിന് ഉത്തരം കിട്ടാത്ത, സീമ മുഖത്തില്ലാത്ത, സജ്ജനങ്ങൾക്കുള്ള ഒരു ഓഹരിയും കിട്ടാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുകയും ഇബാദത്തും അമലും അതിൻ്റെ കൃത്യമായ സമയത്തും സന്ദർഭത്തിലും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊക്കെ മാറ്റിവെച്ച് അതിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുവഴി കിട്ടേണ്ടുന്ന എല്ലാവിധ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുമൂലം ഏതെങ്കിലും ലഅനത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെയും അല്ലാഹു നമ്മിൽ നിന്ന് തട്ടി നീക്കി നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും അനർത്ഥങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും വേദനയും വിപ്രാളവും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.